ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. നിങ്ങൾ എന്തൊക്കെ പഠിച്ചാലും ഇല്ലെങ്കിലും ഈ 5 ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ടേ നാളെ പോകാൻ പാടുള്ളൂ. ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഈ 5 ചോദ്യം ഇരുന്ന് പഠിക്കുക, എന്നിട്ട് ബാക്കിയുള്ളത് പഠിച്ചാൽ മതി. അത്രയ്ക്കും VIP ക്വസ്റ്റ്യൻസ് ആണത് കേട്ടോ. എന്തായാലും ഈ 5 ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ആൻസർ ചെയ്യാൻ പറ്റും. പല രീതിക്ക് തിരിച്ചും മറിച്ചും ഇതിൻ്റെ ചോദ്യങ്ങൾ വരും. അപ്പോൾ പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് സെയിം ആൻസേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ ഒന്നാമത്തേത് ജോബ് ആപ്ലിക്കേഷൻ വിത്ത് റെസ്യൂമി. അതിലൊരു കോംപ്രമൈസ് ഇല്ല, അതെന്തായാലും നിങ്ങൾ പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. രണ്ടാമത്തേതാണ് ഡ്രഗ് അബ്യൂസിനെ പറ്റിയിട്ട് ഒരു സ്പീച്ച് ചോദിക്കും. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ലെറ്റർ ചിലപ്പോൾ ചോദിക്കാം. ഇതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങൾ തന്നെ നമുക്ക് അവിടെ എടുത്ത് എഴുതാൻ പറ്റും. ആർഗ്യുമെന്റ്സ് ഫേവർ ചോദിക്കും, അതിലും എഴുതാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് എന്തായാലും പഠിച്ചിരിക്കണം. ഡ്രഗ് അബ്യൂസിനെ പറ്റിയിട്ട് സ്പീച്ചോ എസ്സേയോ ലെറ്ററോ എന്ത് ചോദിച്ചാലും അപ്പോൾ നമുക്ക് എഴുതാം. പിന്നെ പഠിക്കേണ്ടതാണ് ചാലഞ്ചസ് ഫേസ്ഡ് ബൈ വിമൻ ഇൻ ദ മോഡേൺ സൊസൈറ്റി. വിമൻ എംപവർമെൻറ്റുമായി ബന്ധപ്പെട്ട് ഇതേപോലെ തന്നെ സ്പീച്ചോ എസ്സേയോ ലെറ്ററോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ 4 മാർക്കിൻ്റെ ഉള്ളിലോ എവിടെ ചോദിച്ചാലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ എടുത്ത് എഴുതാൻ പറ്റും. അതുകൊണ്ട് ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ നല്ല രീതിക്ക് പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. ഒരു ആൻസർ പഠിച്ചു വെച്ചാൽ മതി, ഒരു വലിയൊരു ആൻസർ പഠിച്ചു വയ്ക്കുക. അപ്പോൾ എവിടെ ചോദിച്ചാലും ചെറുതും വലുതും ആക്കി അതിലേക്ക് എഴുതി വെച്ചാൽ മതി. നാലാമത്തെ ചോദ്യമാണ് റോബർട്ട് ബാൽവിൻ്റെ ക്യാരക്ടർ സ്കെച്ച്. അതിലും ഒരു കോംപ്രമൈസും ഇല്ല, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. റോബർട്ട് ബാൽവിൻ്റെ തന്നെ വരണമെന്നില്ല, റോബർട്ട് ബാൽവിൻ അല്ലെങ്കിൽ നോമിത എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. അത് കോംപ്രമൈസ് ഇല്ല അതിൽ, അത് നിർബന്ധമായിട്ടും പഠിക്കണം. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എഴുതാൻ പാകത്തിനുള്ളത് പഠിക്കണം. ആ ഒരു അവർ ഓഫ് ട്രൂത്തിൽ നിന്ന് പല പല സിറ്റുവേഷൻസിൽ ഫാമിലി റോബർട്ട് ബാൽവിനെ പേഴ്സുവേഡ് ചെയ്യുന്നതും റോബർട്ട് ബാൽവിൻ പറ്റില്ല എന്ന് പറയുന്നതും ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചേർത്ത് വേണം ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ വേണ്ടിയിട്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ക്യാരക്ടർ സ്കെച്ചിൻ്റെ വീഡിയോയ്ക്ക് നമ്മൾ മുന്നേ ചെയ്തതാണ്. നമ്മുടെ ചാനൽ പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ ഒരുപാട് വീഡിയോസ് പുതിയത് ഇന്നും ഇന്നലെയായിട്ട് അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ലാസ്റ്റ് വണ്ണാണ് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടിട്ടും ഒരു സ്പീച്ച് അല്ലെങ്കിൽ എസ്സേ. അതും ചോദിക്കും. അതിൽ നിന്ന് തന്നെയായിട്ട് 4 മാർക്കിൻ്റെതിലും 5 മാർക്കിൻ്റെതിലും ഒക്കെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് വരും. ഈ 5 ചോദ്യങ്ങൾ അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഇത് പഠിക്കാണ്ട് പോവരുത്. ഒന്നും പഠിച്ചില്ലെങ്കിൽ ആദ്യം ഈ 5 ചോദ്യം അതിന് ആൻസർ ഇരുന്ന് പഠിക്കുക, എന്നിട്ട് പിന്നെ ബാക്കിയുള്ളത് പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയും ഒരുപാട് ഇഷ്ടംപോലെ വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. ഒന്നുപോലെ മിസ്സാകാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ചാനൽ പേജ് കയറി നോക്കാം കേട്ടോ. താങ്ക്